السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ സൂറത്തുൻ നിസായിലെ 34-ാമത്തെ വചനമാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. കഴിഞ്ഞ വചനത്തിൻ്റെ അവസാന ഭാഗത്ത് വിശദീകരണത്തിൻ്റെ ഭാഗമായി ഹസനത്ത് ഖലീഫത്തുള്ള പറയുകയുണ്ടായി, ദ റിട്രിബ്യൂഷൻ ഓഫ് ദീസ് ഗുഡ് ഡീഡ്സ്, ഈ നല്ല പ്രവർത്തനങ്ങളുടെ പ്രതിഫലം ഷാൽ മേക്ക് ദ ബിലീവേഴ്സ് വിത്ത് മോർ പയസ് ഡീഡ്സ്. ഈ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് മൂലം അവർ വിശ്വാസികൾ കൂടുതൽ സാത്വികമായ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ പ്രേരിതരാകുന്നു. അത് ഈ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ഫലങ്ങളാണ്. നല്ല പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ കൂടുതൽ നന്മയായ സാത്വികമായ പയസ് ഡീഡ്സ് ചെയ്യുവാനുള്ള അവസരമുണ്ടാവുകയും അക്സീഡ് പ്രോക്സിമിറ്റി, അനുമതി നൽകപ്പെടുന്നു. അക്സീഡ് അവർക്ക് ഒരു അനുവാദം കിട്ടുകയാണ്. പ്രോക്സിമിറ്റി അടുപ്പത്തിലൂടെ ടു അള്ളാഹുവിനോട്. അങ്ങനെ നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത് അവർ മുന്നോട്ട് പോകുമ്പോൾ അല്ലാഹു തആലയുമായിട്ട് ഒരു അടുപ്പത്തിനുള്ള അവസരം അവർക്ക് ലഭിക്കുന്നു. ഇഹലോകത്ത് അല്ലാഹു തആല മനുഷ്യർക്ക്, സത്യവിശ്വാസികൾക്കാണെങ്കിലും കപടവിശ്വാസികൾക്കാണെങ്കിലും സത്യനിഷേധികൾക്കാണെങ്കിലും വിഗ്രഹാരാധകരാണെങ്കിലും ഇനി നിരീശ്വരവാദികളാണെങ്കിലും അവരവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ പ്രതിഫലങ്ങൾ, അവർ ചെയ്യുന്ന കഠിനാധ്വാനത്തിനുള്ള ഫലങ്ങൾ ഇഹലോകത്ത് വെച്ച് അവർക്ക് കൊടുക്കും. അതുപോലെ പരലോകത്തും അള്ളാഹു കൊടുക്കുന്നത്. അപ്പോൾ പ്രയത്നത്തിനാണ് ഫലം അള്ളാഹു തആല നൽകുന്നത്. ഇതുപോലെ അള്ളാഹുമായിട്ട് അടുപ്പം സ്ഥാപിക്കുവാൻ ശ്രമിക്കുന്ന സ്വാത്വികമായ നല്ല പ്രവർത്തനങ്ങൾ അവർ ചെയ്യുമ്പോൾ അള്ളാഹുമായിട്ടുള്ള അടുപ്പത്തിലേക്ക് കൂടുതൽ കടന്നു വരാനുള്ള അവസരമുണ്ടാകുന്നു. സച്ചാർ ദ ലാസ് ഓഫ് അള്ളാഹ്, ഇത് അള്ളാഹുവിൻ്റെ നിയമമാണ്. നിങ്ങൾ നന്മകൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹുമായിട്ടൊരടുപ്പം, കൂടുതൽ നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത് മുന്നേറാനുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നു. ഇനി അള്ളാഹുവിനെ വിസ്മരിച്ചുകൊണ്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ അത്തരത്തിലുള്ള നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കാതെ പോകുന്നു. എന്നാൽ ഇഹലോകത്തിലുള്ള കാര്യത്തിന് വേണ്ടി നിങ്ങൾ അധ്വാനം ചെയ്യുവാണോ, അത് നിങ്ങൾക്ക് അത് തരും. നിങ്ങളുടെ ടോയിലിങ്ങിന്, നിങ്ങളുടെ ആ വിയർപ്പ് ചിന്തിയതിനുള്ള ഫലം അല്ലാഹു നൽകാതിരിക്കില്ല. ഫോർ വെൻ വൺ കംസ് ക്ലോസർ ടു അല്ലാഹ്, ഇനി അള്ളാഹുവുമായിട്ട് ഒരാൾ ചേർന്ന് നിന്ന് പോകുവാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, വെൻ വൺ കംസ് ക്ലോസർ ടു അല്ലാഹ് ആൻഡ് ആസ്പയേഴ്സ് ടു ഹിം എലോൺ, അവനെ മാത്രം അഭിലഷിക്കുക, അവനാണ് എനിക്കെല്ലാം
എന്നുള്ള ഒരു അഭിലാഷം, അതിയായ ഒരു സ്നേഹവായ്പ്, ആ അതിയായ ഒരു ഇംഗിതം അവനിലേക്ക് കടന്നു വന്നാൽ, ആൻഡ് ആസ്പയർസ് ടു ഹിം എലോൺ, therefore Allah opens for him the door of his light. അങ്ങനെ വരുമ്പോൾ അള്ളാഹു താല അവന് അള്ളാഹുവിൻ്റെ പ്രകാശത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കും. ദാറ്റ് ഈസ് ഡിവൈൻ റെവലേഷൻസ്. അത് ദൈവിക വെളിപാടുകളാണ്. വേർ ദീസ് പീപ്പിൾ എക്സീഡ്, അങ്ങനെ ആ വെളിപാടുകളുടെ വാതിൽ, ആ പ്രകാശത്തിൻ്റെ വാതിൽ അവർക്ക് ഈ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിലൂടെ അള്ളാഹു തുറന്നു കൊടുക്കുമ്പോൾ ഈ ജനങ്ങൾക്ക്, ഈ ആളുകൾക്ക് എക്സീഡ്, അവർക്ക് സിംഹാസനാരോഹണം ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ മഹത്തായ സിംഹാസനത്തിൽ ഇരിക്കാൻ, അവിടേക്ക് കടന്നു ചെല്ലാൻ, ടു ദ പ്ലഷർ ഓഫ് അള്ളാഹ്, അള്ളാഹുവിൻ്റെ സന്തോഷമാകുന്ന, അള്ളാഹുവിൻ്റെ സംതൃപ്തിയാകുന്ന ആ മഹോന്നത സിംഹാസനത്തിലേക്ക് കടന്നു ചെല്ലുവാൻ, ടു അക്സീഡ് ടു ദ പ്ലഷർ ഓഫ് അള്ളാഹ്, അങ്ങനെ എത്തിച്ചേരാൻ കഴിയും. അപ്പോൾ അള്ളാഹുവുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്ന ആളുകൾ നന്മയായ കാര്യങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കുക. നന്മ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മൾ അകന്നു പോയാൽ, ധർമ്മം ചെയ്യുന്ന നന്മയായിട്ടുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടു മാറിപ്പോയാൽ അള്ളാഹു താലയുടെ പ്ലഷർ നമ്മളിലേക്ക് കടന്നു വരില്ല. പിന്നെ നമുക്ക് ഇഹലോകത്ത് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനത്തിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. എന്നാലും മനസ്സ് എന്ന് പറയുന്ന, ഹൃദയം എന്ന് പറയുന്ന അതിനൊരു സംതൃപ്തി പരിപൂർണമായിട്ട് നിങ്ങൾക്ക് നേടുന്നതിന് സാധിക്കുന്ന വഴി ഇത് കൊണ്ടുണ്ടാകും. തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നു, അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം വലിക്കുല്ലിൻ ജഅൽനാ മവാലിയ മിമ്മാ തറക്കൽ വാലിദാനി വൽ അഖ്റബൂന വല്ലദീന അഖദത് അയ്മാനുകും ഫാതൂഹും നസീബഹും ഇന്നല്ലാഹ കാന അലാ കുല്ലി ഷൈഇൻ ഷഹീദാ. വലിക്കുല്ലിൻ, എല്ലാവർക്കും വേണ്ടി, ജഅൽന, നാം ആക്കിയിരിക്കുന്നു, എല്ലാവർക്കും നാം ആക്കിയിരിക്കുന്നു, മവാലിയ, ബന്ധപ്പെട്ടവരെ, ഉത്തരവാദിത്വപ്പെട്ട ആളുകളെ നാം എല്ലാവർക്കും ആക്കിയിട്ടുണ്ട്. മിമ്മ തറക്കൽ വാലിദൈനി, ഉപേക്ഷിച്ച് പോയതിന്, വിട്ടുപോയതിന്, മിമ്മ തറക്ക അൽ വാലിദാനി, മാതാപിതാക്കൾ, മാതാപിതാക്കൾ ഉപേക്ഷിച്ച് പോയതിന് എന്ത് ചെയ്യണമെന്നുള്ളതിനെ പറ്റി എല്ലാം അല്ലാഹു തആല വിവരിച്ചിട്ടുണ്ട്. വൽ അഖ്റബൂന, അതുപോലെ അടുത്ത കുടുംബങ്ങളും. അപ്പോൾ അടുത്ത കുടുംബാംഗങ്ങൾ, അതുപോലെ മാതാപിതാക്കൾ, ഇവരൊക്കെ ഉപേക്ഷിച്ച് പോകുന്ന ചില അനന്തരാവകാശ സ്വത്തുക്കളുണ്ട്, സമ്പാദ്യങ്ങളുണ്ട്. അതൊക്കെ എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് വളരെ വ്യക്തമായിട്ട് അല്ലാഹു, വലിക്കുല്ലിൻ ജഅൽനാ മവാലിയ, നാം എല്ലാവർക്കും ആക്കിയിട്ടുണ്ട് മവാലിയ, ബന്ധപ്പെട്ടവരെ. ആരാണ് ഇത് വേണ്ടതുപോലെ ചെയ്യേണ്ടത്, ആർക്കാണ് ഇതിൻ്റെ അവകാശം എന്നത് സംബന്ധമായിട്ട് അല്ലാഹു കാര്യങ്ങളൊക്കെ വിശദമാക്കിയിട്ടുണ്ട്. മിമ്മ തറക്കൽ വാലിദാനി, മാതാപിതാക്കൾ ഉപേക്ഷിച്ച് പോയതിന് എന്താ ചെയ്യേണ്ടത്. വൽ അഖ്റബൂന, അതുപോലെ ഏറ്റവും അടുത്ത ബന്ധസ്വന്തങ്ങളിലുള്ള ആളുകൾ ഉപേക്ഷിച്ച് പോയതിനെ ഒക്കെ എങ്ങനെയാണ് എന്താ ചെയ്യേണ്ടതെന്ന്. അതുപോലെ രണ്ട് വിഭാഗത്തിനെ പറഞ്ഞു, വാലിദാനി, മാതാപിതാക്കളും അടുത്ത ബന്ധങ്ങളും. ഇനി വല്ലദീന അഖദത്ത് അയ്മാനുക്കും, ഒരു വിഭാഗം ആളുകൾ, വല്ലദീന അഖദത്ത്, അവർ എഗ്രിമെൻ്റ് ചെയ്തിട്ടുണ്ട്, ഉടമ്പടി ചെയ്തിട്ടുണ്ട്, അയ്മാനുക്കും, ശപഥം ചെയ്തിട്ടുണ്ട്, എനിക്ക് 1,00,000 രൂപ വേണം, ഇങ്ങോട്ട് താ, ഞാനത് നിനക്ക് തിരിച്ച് തന്നേക്കാം എന്ന് പറഞ്ഞ് ഒരു എഗ്രിമെൻറ്റിലൂടെ വാങ്ങിയിട്ടുള്ള തുക. അല്ലദീന അഖദത്ത് അയ്മാനുക്കും, അങ്ങനെയൊക്കെ നിങ്ങൾ ശപഥം ചെയ്ത് നിങ്ങൾ വാങ്ങിയിട്ടുള്ള എമൗണ്ടുകൾ. ഫൗതൂഹും നസീബഹും, അവരുടെ ഓഹരികൾ നിങ്ങൾ അവർക്ക് കൊടുക്കുക. ഇത് ഓരോരുത്തർക്കും അർഹതപ്പെട്ട ആളുകൾക്ക് അർഹതപ്പെട്ട നിലയിൽ കൊടുക്കുക. ഇന്നല്ലാഹ കാന അലാ കുല്ലി ഷൈഇൻ ഷഹീദ, നിശ്ചയമായിട്ടും അല്ലാഹു എല്ലാ കാര്യത്തിനും സാക്ഷ്യം വഹിക്കുന്നവനാണ്. ഇവിടെ ഖലീഫത്തുള്ള പറയുന്നു, ആൻഡ് ഫോർ ഓൾ, എല്ലാവർക്കും വി ഹാവ് അപ്പോയിൻറ്റഡ് ഹയേഴ്സ് ഓഫ് വാട്ട് പേരൻസ് ആൻഡ് നിയർ
റിലേറ്റീവ്സ് ലീവ്. മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളും ഉപേക്ഷിച്ച് പോയതിനുള്ള അവകാശികളെ ഞാൻ നിശ്ചയിച്ചിട്ടുണ്ട്. വി ഹാവ് അപ്പോയിൻറ്റഡ് ഹെയേഴ്സ്. ഞാൻ അവകാശികളെ നിശ്ചയിച്ചിട്ടുണ്ട്. ആൻഡ് ദോസ് വിത്ത് ഹും യു ഹാവ് സോൺ ആൻ എഗ്രിമെൻറ്റ്. ഇനി നിങ്ങളുമായിട്ട് വല്ല ഉടമ്പടിയിലും ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ, കൊടുക്കൽ വാങ്ങൽ സംബന്ധമായിട്ട് നിങ്ങൾ ഉടമ്പടിയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അവർക്കും എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗിവ് ദം ദെയർ ഷെയർ. അവർക്ക് അവരുടെ ഓഹരി കൊടുക്കുക. ഗിവ് ദം ദെയർ ഷെയർ. ഇൻഡീഡ് അല്ലാഹ് ഈസ് വിറ്റ്നസ് ഓവർ എവരിതിങ്. എല്ലാ കാര്യത്തിനും അള്ളാഹു സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഇതിൻ്റെ വിശദീകരണം നല്ല നിലയിൽ ഖലീഫത്തുള്ള പറയുന്നുണ്ട്. നമുക്ക് ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ നാളത്തെ പ്രഭാതത്തിൽ പ്രസ്തുത വിശദീകരണവുമായി മുന്നോട്ട് പോകാം. അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആൻ ഷരീഫിലൂടെ നൽകിയിരിക്കുന്ന ഈ അത്യുത്തമമായ ഉദാത്തമായ ഉപദേശങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ പകർത്തി അതിനനുസരിച്ചുള്ള നന്മയായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് വ്യക്തിപരമായും കുടുംബപരമായും സാമൂഹ്യമായും ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സമൂഹം എന്ന നിലയിൽ ഏറ്റവും ഉത്തമമായ പ്രവർത്തനങ്ങളിൽ നിന്നും ആരെങ്കിലും അകന്നു പോകുന്നു എങ്കിൽ, അവർ ധർമ്മ സ്ഥാപനത്തിൽ നിന്ന് അകന്നു പോകുന്നു എങ്കിൽ അവർക്ക് ഇഹലോകത്തും നാളെ പരലോകത്തും വൻപിച്ച നഷ്ടമാണ് അവർ വരുത്തുന്നത് എന്ന് തിരിച്ചറിവുണ്ടായിരിക്കും. അതാണ് ഈ വചനത്തിൽ പറയുന്നത്. വലിക്കുല്ലിൻ ജാൽന മവാലിയ മിമ്മ തറക്കൽ വാലിദാനി വൽ അഖ്റബൂന വല്ലദീന അഖദത്ത് അയ്മാനക്കും ഫാത്തൂഹും നസീബോ. ഓരോരുത്തർക്കും അവരവരുടേതായ പങ്കെന്താണോ ആ അളവിൽ നിങ്ങൾ കൊടുക്കുക. ഇന്നല്ലാഹ കാന അലാ കുല്ലി ഷൈഇൻ ഷഹീദ. അല്ലാഹു തആല എല്ലാത്തിനും സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ധർമ്മത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സമൂഹത്തിനെ ശക്തിപ്പെടുത്തുന്നില്ല എങ്കിൽ, അധർമ്മികൾ ഈ പറയപ്പെട്ടതൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ ലോകത്ത് അധർമ്മം വിതയ്ക്കുന്നതിന് വേണ്ടി നമുക്ക് ലഭ്യമായ സമ്പത്തുകൾ നമ്മൾ ദുരുപയോഗപ്പെടുത്തുകയായിരിക്കും ചെയ്യുന്നത്. ആയതിനാൽ ഈ കാര്യങ്ങളൊക്കെ വളരെ ഗഹനമായ നിലയിൽ മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ആലോചിക്കുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യേണ്ട വിഷയങ്ങൾ തന്നെയാണ്. നിങ്ങൾ ഈ ഭൂമിയിൽ വെറുതെ ഇങ്ങനെ കളിയും വിനോദത്തിലും ഏർപ്പെടുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെട്ടവരല്ല. തികഞ്ഞ ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയാണ് നിങ്ങളെ ഭൂമിയിലേക്ക് നാം നിയോഗിച്ചിരിക്കുന്നത് എൻ്റെ പ്രതിനിധിയായിട്ടെന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നു. അതിനെ വിശദീകരിച്ച് പഠിപ്പിക്കുന്നതിനായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചു. മാനവകുലത്തെ രക്ഷപ്പെടുത്തുന്നതിനായി ഓരോ നൂറ്റാണ്ടിലും അല്ലാഹുവിൻ്റെ കാരുണ്യവർഷം വീണ്ടും വർഷിച്ചു കൊണ്ടിരിക്കുന്നു. ഈ അധ്യാപനങ്ങൾ നമ്മുടെ കൈകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിനെ അവഗണിക്കുന്നവർ, ഇതിനെ പരിഗണിക്കാത്തവർ, ഇതിനു വേണ്ട ശ്രദ്ധ കൊടുക്കാത്തവർ, അവർ ഇഹലോകത്തും നാളെ പരലോകത്തിലും നഷ്ടകാരികൾ തന്നെയായിരിക്കും. അല്ലാഹു തആല നമ്മെ ഓരോരുത്തരെയും കാക്കട്ടെ. ജസാക്കല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.